കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ homonyms അതിൻ്റെ 2 കാറ്റഗറീസ് ഹോമോഗ്രാഫ് അതുപോലെ തന്നെ ഹോമോഫോൺ ഇതെന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. എന്നാൽ ഇതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള വേറൊരു ആസ്പെക്റ്റാണ് സിനോണിം. നിങ്ങളോട് എപ്പോഴും നിങ്ങളുടെ ട്രെയിനേഴ്സ് പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾ ഒരേ വൊക്കാബുലറി തന്നെ വീണ്ടും 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 ഉപയോഗിക്കരുത്. നിങ്ങൾ പാരഫ്രേസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അതിന് നിങ്ങൾ ചെയ്യുന്ന ടെക്നിക്ക് എന്താ? നേരെ ഗൂഗിൾ എടുക്കും, അതിനകത്ത് നിങ്ങളുടെ വൊക്കാബുലറി ഇൻസേർട്ട് ചെയ്യും, ഫൈൻഡ് സിനോണിംസ് എന്ന് കൊടുക്കും. എന്നിട്ടോ ഒരു വൊക്കാബുലറിയുടെ തന്നെ ഒരുപാട് സിനോണിംസ് നിങ്ങൾ കണ്ടെത്തും. ഈ സിനോണിംസ് എല്ലാം തുരുതുരാ നിങ്ങൾ നിങ്ങളുടെ എസ്സേ റൈറ്റിങ്ങിലായാലും നിങ്ങളുടെ റിപ്പോർട്ട് റൈറ്റിങ്ങിലായാലും ഉപയോഗിക്കും. എന്നിട്ടും എന്താ ഞാൻ 6.5-ന് മുകളിൽ പോവാത്തേ? റൈറ്റ്, എക്സാക്ട്ലി സ്പീക്കിംഗ് എല്ലാ സിനോണിമും നമുക്ക് ഇൻ്റർചേഞ്ചബിളി യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. എക്സ്പാൻഡ്, എക്സ്റ്റെൻഡ്, ഇൻക്രീസ് ഇത് മൂന്നും നമ്മൾ എല്ലാവരും ഒന്നിന് പകരം മറ്റൊന്നായിട്ട് ഉപയോഗിക്കുന്നൊരു കാര്യമാണ്. എന്നാൽ എക്സ്പാൻഡ് എല്ലായിടത്തും നമുക്ക് ഇൻക്രീസിന് പകരം ഉപയോഗിക്കാവോ? എക്സ്റ്റെൻഡ് എല്ലായിടത്തും നമുക്ക് ഇൻക്രീസിന് പകരം ഉപയോഗിക്കാവോ? ലെറ്റ് us look at some examples. ഞാൻ പറയുവാണ്, we are planning to dash our sales by 10% next year. By 10% next year സെയിൽസിൻ്റെ കാര്യം ഞാൻ പറയുമ്പോൾ I should use the term increase. അവിടെ എക്സ്പാൻഡ് എന്നോ എക്സ്റ്റെൻഡ് എന്ന ടേംസോ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റത്തില്ല. അതേസമയം ഞാൻ പറയാൻ പോവുകയാണ്, we are planning to extend our kitchen by 10 feet. സോ കിച്ചൻ്റെ എക്സ്റ്റെൻഷനാണ് നമ്മളവിടെ സംസാരിക്കാൻ പോകുന്നത്. We can't say the word or we can't use the word increase there. സോ ഓരോ വാക്കും പരസ്പരം പകരം ഉപയോഗിക്കുന്ന സമയത്ത് you have to be very careful. സോ നമ്മൾ when we translate it into മലയാളം നമുക്കിതിനെല്ലാം ഒരേ ആൻസർ കിട്ടുമെങ്കിലും they are not literally interchangeable at all the times. നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു ചെറിയൊരു ഉദാഹരണം ഇതിനായിട്ട് ഞാൻ തരാം. നമ്മൾ ഒരിക്കലും അമ്പയർ എന്നുള്ള ടേം, റെഫറി എന്നുള്ള ടേം ഏകദേശം ഒരേ ജോലിയാണ് ചെയ്യുന്നതെങ്കിലും പരസ്പരം ഉപയോഗിക്കാറില്ല. എന്നതുപോലെ തന്നെ ഇംഗ്ലീഷിൽ ഓരോ വാക്കിലും പകരം വരുന്ന പദങ്ങൾ നമ്മൾ കെയർഫുള്ളായിട്ട് ഉപയോഗിക്കേണ്ടതാണ്. ഇനി IELTS ആയാലും മറ്റേത് എക്സാമിനേഷൻസ് ആയാലും നമ്മൾ 0 എന്ന് പറയുന്നതിന് പകരം നിൽ, നോട്ട്, ഇനി ടെന്നീസിൻ്റെ കേസിലൊക്കെ ആണെങ്കിൽ ലവ്, ഇത്തരം പദങ്ങൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇതെല്ലാം നമ്മൾ ഇൻ്റർചേഞ്ചബിളി യൂസ് ചെയ്യാറുണ്ടോ? ഇല്ല. അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. വി വിൽ ഗെറ്റ് ബാക്ക് ടു യു സൂൺ. ബൈ.